ടാറ്റ മോട്ടോഴ്സിൻ്റെ വാഹന നിരയിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് മോഡൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരൊറ്റ ഉത്തരം ഉണ്ടാവുള്ളൂ, അത് പഞ്ച് എന്നുള്ളതാണ്. ശരിക്കും ഈ ഒരു പഞ്ച് എന്ന് പറയുന്ന ചെറിയ ഒരു SUV-യുടെ ഒരു മുഖം മിനിക്ക്, അതിൻ്റെ ഒരു ഐസ് എഞ്ചിൻ മോഡലിൻ്റെ മുഖം മിനിക്കിയ പതിപ്പ് നമ്മൾ ഏതാണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് വിപണിയിലെത്തിയത്. ആ ഒരു വാഹനത്തിന് തൊട്ട് പിന്നാലെ അതിൻ്റെ ഒരു ഇലക്ട്രിക് മോഡലിൻ്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പും ടാറ്റ എത്തിച്ചിരിക്കുകയാണ്. ആ ഒരു വാഹനമാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ വാഹനത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്, ഈ വാഹനത്തിൽ എന്തൊക്കെ കൂട്ടിച്ചേർക്കലുകളാണ് വരുത്തിയിട്ടുള്ളതെന്ന്. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ഡിസൈനിലേക്ക് ആദ്യം പോകാം. പഞ്ച് EVയുടെ ഡിസൈനിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളാണ്. ശരിക്കും നോട്ടബിൾ ആയിട്ടുള്ള ചേഞ്ചസ് നമുക്ക് ഇതിൻ്റെ ഒരു മുൻഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പഞ്ച് EVയുടെ തൊട്ട് മുമ്പുണ്ടായിരുന്ന മോഡലുമായിട്ട് നമ്മളൊരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ഏരിയയിൽ ഒരു വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട്. അതായത് മുൻപത്തെ മോഡൽ നമ്മൾ കണ്ടിട്ടുള്ളത് ബമ്പർ ഒരു 2 യൂണിറ്റ് ആയിട്ടാണ് വന്നിരുന്നത്. കാരണം ഇവിടെ ഒരു എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മോഡൽ, അതായത് ഇതിൻ്റെ ഒരു പുതിയ പതിപ്പിലേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഒരു സിംഗിൾ യൂണിറ്റ് ബമ്പറായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇവിടെ ആ ഒരു ഓപ്പണിംഗ് കാര്യങ്ങളൊന്നുമില്ല, എയർ വെൻ്റ് നേരെ താഴെ ഏരിയയിലേക്കാണ് അത് കൊടുത്തിട്ടുള്ളത്. അവിടുത്തെ ഒരു ഡിസൈൻ പാറ്റേണിലും ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെക്കാളെല്ലാം ഉപരി നേരത്തെ നമ്മൾ കണ്ടിരുന്നത് ഈ ഒരു ഏരിയയിലും ഇവിടെയെല്ലാം ബ്ലാക്ക് ഫൈബർ ആയിരുന്നെങ്കിൽ ഈ ഒരു വരവിൽ ആ ഒരു കളർ ചേഞ്ച് അവർ വരുത്തിയിട്ടുണ്ട്. അതായത് ബമ്പറിൻ്റെ ആ ഒരു ലോവർ പോർഷൻ ഒരു ഗ്രേ കളറിലാണ് വരുന്നത്. അവിടുത്തെ ഒരു എയർ ഇൻടേക്കും കാര്യങ്ങളിലൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ആ ഒരു എന്താ പറയുക, നമ്മൾ ഇതിന് മുമ്പ് ആ ഒരു പഞ്ച് EVയിൽ കണ്ടിരുന്ന സമാനമായ ഡിസൈനിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് ചാർജിങ് പോർട്ട് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയ തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇവിടെ 360 വ്യൂവിൻ്റെ ഒരു ക്യാമറ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ നേരെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ലൈറ്റ് സ്ട്രിപ്പ് അവർ ഒഴിവാക്കിയിട്ട് പകരം ഒരു എന്താ പറയുന്ന ഒരു ഗ്ലോസി ബ്ലാക്ക് ഒരു ഇൻസേർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ DRL അതുപോലെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ക്വാഡ് ബീം LED ഹെഡ് ലാമ്പ് സെറ്റപ്പും ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ശരിക്കും മുൻഭാഗത്തെ മാറ്റങ്ങൾ ഇത്രയും ആണ് ഈ വാഹനത്തിൽ വരുത്തിയിട്ടുള്ളത്. ഒരു സൈഡ് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ കാര്യമായ ഒരു അഴിച്ചുപണി വരുത്തിയിട്ടില്ല. നമ്മൾ ഈ ഒരു ഏരിയ വിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ ഒരു എയർ ഇൻടേക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സ്വാഭാവികമായിട്ട് നമ്മുടെ ആ ഒരു വാഹനത്തിൻ്റെ എയറോഡൈനാമിക് ശേഷിയൊക്കെ കുറച്ച് ഇൻക്രീസ് ചെയ്യുന്നതിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്കൊരു മാറ്റ് ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെ അലോയ് വീൽസ് വന്നിട്ടുള്ള 16 ഇഞ്ച് വലിപ്പമുണ്ട്. ശരിക്കും ഒരു ഡുവൽ ടോൺ കളറിൽ വന്നിട്ടുണ്ട്. ഒരു ബ്ലാക്കിൻ്റെ കൂടെ ക്രോമിയം അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫിനിഷിങ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. നേരെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ടാറ്റ EV, അതായത് പഞ്ച് എന്നുള്ള ബാഡ്ജിങ്ങിന് പകരം ടാറ്റ EV കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും അതും ഒരു 2 കളറിലാണ്. ആ ഒരു ഗ്രേ കളർ, അതുപോലെ അതിന് ഗ്രീൻ റിങ്ങൊക്കെ കൊടുത്ത് എന്താ പറയുന്നത്, ശരിക്കും ആ ഒരു EV ഫീല് കൊണ്ടുവന്നിട്ടുണ്ട്. റിയർ വ്യൂ മിറർ കാര്യങ്ങളൊക്കെ മുൻ മോഡലിൽ നമ്മൾ കണ്ടിട്ടുള്ളതിന് സമാനമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ശരിക്കും ആ ഒരു കംപ്ലീറ്റ്ലി ആ ഒരു ഗ്ലോസി ബ്ലാക്ക് ട്രീറ്റ്മെൻ്റ് ആണ് അവരെല്ലായിടത്തും കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഈ ഒരു പില്ലർ നോക്കിക്കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാലും റൂഫ് റെയിൽസും കാര്യങ്ങളെല്ലാം ആ ഒരു ഗ്ലോസി ബ്ലാക്ക് അവർ ഫോളോ ചെയ്തിട്ടുണ്ട്. റിയർ പോർഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ആ ഒരു ഐസ് എഞ്ചിൻ മോഡലിൽ നിന്ന് പറിച്ചെടുത്തൊരു ഡിസൈനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അത് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് ഈ ഒരു ലൈറ്റ് സ്ട്രിപ്പ് കൊണ്ടാണ്. കാരണം നമ്മൾ കണ്ടതാണ് ഈ അടുത്തിടയ്ക്ക് അപ്ഡേറ്റഡ് ആയി വന്ന ആ ഒരു ഐസ് എഞ്ചിനിലാണ് ഈ ഒരു ലൈറ്റ് നമ്മൾ ആദ്യമായിട്ട് പഞ്ചിൻ്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. ശരിക്കും അതൊരു കണക്റ്റഡ് LED ലൈറ്റ് സ്ട്രിപ്പ് വന്നിട്ടുണ്ട്. അതിന് 2 എൻഡിലുമായിട്ടാണ് ആ ഒരു ടെയിൽ ലാമ്പ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ, റിവേഴ്സ് ലൈറ്റ് എല്ലാം കംപ്ലീറ്റ്ലി ഒരു LED ട്രീറ്റ്മെൻറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ടാറ്റയുടെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് പഞ്ച് EV എന്ന് പറയുന്ന ആ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. ആ ഒരു ബാഡ്ജിങ്ങിൻ്റെ കളറിലും മാറ്റമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്രേ കളർ, അതുപോലെ അതിന് മുകളിലായിട്ട് ആ ഒരു ബ്ലൂ അല്ലെങ്കിൽ ഒരു ഗ്രീൻ കളർ കൊടുത്ത് ശരിക്കും ആ ഒരു EV ഫീല് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ റിവേഴ്സ് ക്യാമറ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഏരിയയിലേക്കും അവരുടെ ആ ഒരു നമ്മൾ മുമ്പിൽ പറഞ്ഞ അതേ ആ ഒരു കളർ പാറ്റേൺ ആണ് അവർ ഫോളോ ചെയ്തിരിക്കുന്നത്. കാരണം ആ ഒരു ബ്ലാക്കിന് പകരം ഒരു ഗ്രേ കളറാണ് വന്നിരിക്കുന്നത്. ഏറ്റവും താഴെ നമ്മൾ ഈ സ്കിഡ് പ്ലേറ്റിൻ്റെ ഏരിയ നോക്കി കഴിഞ്ഞാലും അവിടെയും ആ ഒരു എന്താ പറയുന്നത് ഒരു അലുമിനിയം ഫിനിഷിംഗ് ആണ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത്. നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഒരു ബൂട്ട് നമുക്ക് 1 ടച്ചിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ട് ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്പെയർ വീലിന് പകരം പഞ്ചർ കിറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരെ മേളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ആ ഒരു റൂഫ് എക്സ്റ്റൻഡ് ആയിട്ടുള്ളൊരു സ്പോയിലർ വരുന്നുണ്ട്. ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത്രയൊക്കെ മാറ്റങ്ങളാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ വരുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം. പഞ്ച് EVയുടെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാര്യമായ വലിയ മാറ്റങ്ങളൊന്നും നമുക്ക് ഇതിൽ കാണാൻ പറ്റില്ല. പക്ഷേ നമ്മൾ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഈ വാഹനത്തിൽ തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ എടുത്ത് പറയേണ്ട ഈ ഒരു ഡാഷ്ബോർഡ് തന്നെയാണ്. കാരണം ഈ ഒരു ഡാഷ്ബോർഡിൻ്റെ ഡിസൈനിൽ മാറ്റമൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു കളർ തീമിൽ ഇവിടെയും നമുക്കൊരു മാറ്റം കാണാൻ വേണ്ടി പറ്റും. ഗ്രേയിഷ് ആയിട്ടുള്ളൊരു ഡിസൈനിലേക്ക് വന്നിട്ടുണ്ട്. താഴോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു ബേജ് കളറിൽ ശരിക്കും ട്രൈ ആരോ ഡിസൈൻസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ മൊത്തത്തിൽ ഒരു ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേജ് അല്ലെങ്കിൽ അതുപോലെ ഈ ഒരു ഗ്രേ കളറിലാണ്. അതായത് ബ്ലാക്കിന് പകരം ഗ്രേ കളറും അതുപോലെ ബേജ് കളറിലാണ് ഇൻറ്റീരിയർ മൊത്തത്തിൽ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഈ ഒരു
ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ചാണ്. 10.25 ഇഞ്ച് വലിപ്പത്തിലാണ് ഈ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടുള്ളത്. ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ളൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം ടാറ്റയുടെ വാഹനങ്ങൾ എത്രത്തോളം ഫീച്ചർ റിച്ച് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ ആ ഒരു കുറവ് വരുത്തിയിട്ടില്ല. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി സംവിധാനങ്ങളുണ്ട്. അതുപോലെ EV ആർക്കേഡ് എന്ന് പറയുന്ന ആ ഒരു ടാറ്റയുടെ ആ ഒരു സംവിധാനം ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ആമസോൺ അലക്സ, അതുപോലെ ആമസോൺ പ്രൈം, ജിയോ ഹോട്ട്സ്റ്റാർ, ലൊക്കേഷൻ ഷെയർ ചെയ്യാനുള്ള സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. EVയുമായി ബന്ധപ്പെട്ട് വേറെയും ഒത്തിരി ഫീച്ചേഴ്സ് ഈ വാഹനത്തിൽ നമുക്ക് ഈ ഒരു ആർക്കേഡ് EV എന്ന് പറഞ്ഞ ആ ഒരു ഐക്കൺ നമ്മൾ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് അത്യാവശ്യം ഫീച്ചേഴ്സൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ടച്ച് സ്ക്രീനിലുള്ള ഒരു ക്ലൈമറ്റ് കൺട്രോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഒരു ചാർജിങ്ങിൻ്റെ സംവിധാനം കൊടുത്തിട്ടുണ്ട്. അതുപോലെ 360 ഡിഗ്രി ക്യാമറയുടെ അതും നമുക്ക് ഈ ഒരു പാനലിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു ഫിസിക്കൽ സ്വിച്ചസ് എന്ന് പറയാനുള്ളത് ആ ഒരു ഫാൻ സ്പീഡ്, അതുപോലെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള 2 സ്വിച്ചുകൾ മാത്രമാണ്. ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് പാഡ് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ 65 വോൾട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 12 വോൾട്ടിൻ്റെ നോർമലി ആ ഒരു ചാർജിങ് പോർട്ടും ഈ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവ് സെലക്ടർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഡയൽ ക്രിസ്റ്റൽ സെറ്റപ്പിൽ അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ട് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതി വന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ മുകളിൽ തന്നെ ആ ഒരു ഡിജിറ്റൽ സ്ക്രീനും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കാരണം പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ആ ഒരു ഡിജിറ്റൽ സ്ക്രീനും കൊണ്ടുവന്നിട്ടുണ്ട്. 2 ഡ്രൈവ് മോഡാണ് ഇതിലുള്ളത്. അതിൽ സ്പോർട്സ്, എക്കോ എന്ന് പറഞ്ഞ ഈ 2 ഡ്രൈവ് മോഡുകളും ഡ്രൈവറിന് വളരെ ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക്, അതുപോലെ ഓട്ടോ ഹോൾഡ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ വന്നിട്ടൊരു കീ ഫോബ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 ഗ്ലാസ് ഹോൾഡേഴ്സും ഈ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു സെൻട്രൽ കൺസോൾ ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡീസൻറ്റ് ലുക്കിംഗ് ആയിട്ടാണ് ഈ ഒരു ഏരിയ വന്നിട്ടുള്ളത്. ഡ്രൈവർ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ടാറ്റയുടെ ആ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീല്. അത് എന്താ പറയുക, ആ ഒരു ഇല്ലുമിനേറ്റ് ചെയ്യുന്ന ടാറ്റ ലോഗോയൊക്കെ കൊടുത്ത് അത്യാവശ്യം സ്റ്റൈലിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അത് താരതമ്യേന വലിപ്പം കുറവാണ്. പക്ഷേ ഇതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റിച്ചിങ് ഒക്കെ ആ സെയിം ബ്ലൂ കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. അതായത് അവിടെയും ഒരു EV ഫീല് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ഒരു ക്രൂയിസ് കൺട്രോൾ ആക്സസ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട്. കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഈ ഒരു സൈഡിൽ റേഞ്ച് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ സ്പീഡ് മീറ്ററാണ്. ഈ ഒരു സെൻറ്ററിൽ കൊടുത്തിട്ട് ആ ഒരു സ്ക്രീന് ഒരു മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൽ നമുക്ക് ട്രിപ്പ് ഇൻഫോ കാണാൻ പറ്റും, വെഹിക്കിൾ ഇൻഫോ കാണാൻ വേണ്ടി പറ്റും, എനർജി അനലിറ്റിക്സ്, അങ്ങനെ ആ ഒരു ഏരിയയിൽ ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. ചാർജിങ് പോർട്ട് നമ്മൾ ഓൾറെഡി കണ്ടു. ആ ഒരു മുമ്പിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഓപ്പൺ ചെയ്യുന്നതിനുള്ള ഐക്കൺ നമുക്ക് ആ ഒരു ടച്ച് പാഡിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം വാഹനം സ്റ്റാർട്ടിങ് നമുക്കത് കാണാൻ പോലും പറ്റില്ല. വാഹനം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. അതുപോലെ നമ്മൾ ചാർജ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതും ലോക്ക് ചെയ്യാനുള്ളൊരു സംവിധാനവും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സീറ്റിൻ്റെ ഡിസൈൻ നമ്മൾ എടുത്തു പറയണം. മുൻ മോഡലിൽ നമ്മൾ കണ്ടിരുന്ന സീറ്റ് തന്നെയാണ്. കാരണം സീറ്റിൻ്റെ പാറ്റേണിലൊന്നും വ്യത്യാസമൊന്നുമില്ല. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള തൈ സപ്പോർട്ട് വരുന്നുണ്ട്. അതുപോലെ ബോൾസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് സപ്പോർട്ടൊക്കെ കൊടുത്ത് നമ്മളൊന്ന് ഹഗ് ചെയ്ത് പിടിക്കുന്ന പോലത്തെ ഒരു ഫീല് ഈ ഒരു സീറ്റ് തരുന്നുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഒരു ആഡ് ഓൺ പോലെ എന്താ പറയുന്നത്, ഇതിൽ മുമ്പത്തെ 2 സീറ്റും വെന്റിലേറ്റഡ് സീറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ആക്സസ് ചെയ്യുന്നതിനുള്ള സ്വിച്ച് നമുക്ക് ഈ ഏരിയ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ആ ഒരു 3 ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചസ് ആ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള സീറ്റുമാണ്. പിന്നെ ഒരു ഇലക്ട്രിക് സൺറൂഫ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് വോയിസ് അസിസ്റ്റഡ് സൺറൂഫായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡോറ് വലിയൊരു പ്രത്യേകത ആയിട്ട് നമ്മൾ എടുത്ത് പറയണം. കാരണം ഇത് 90 ഡിഗ്രിയിൽ തുറക്കാൻ പറ്റുന്ന ഡോറുകളാണ് ഈ വാഹനത്തിലുള്ളത്. അത് എല്ലാ കാലത്തും പഞ്ചിൻ്റെ ഒരു സവിശേഷതയാണ്. ഈ ഒരു പുതിയ മോഡലിലേക്ക് വന്നപ്പോഴും അവരത് കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വളരെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് നമുക്ക് ഇതിൻ്റെ ഒരു റിയർ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സെക്കൻഡ് റോല് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ സീറ്റ് നല്ല സപ്പോർട്ടിംഗ് ഉള്ള സീറ്റാണ്. കാരണം സീറ്റിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു സ്ലോപ്പിൽ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെഡ് റെസ്റ്റ് ഉണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഹെഡ് റൂം നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു ആംറസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ഗ്ലാസ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടില്ല. വിൻഡോ ഓപ്പൺ ചെയ്യുന്ന ആ സ്വിച്ചിൻ്റെ ഡിസൈനിൽ ഒരു മാറ്റം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സീറ്റിംഗ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന 2 പാസഞ്ചേഴ്സിനാണെങ്കിലും 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഇതിൻ്റെ ബാക്കിൽ വന്നിട്ടുണ്ട്. നമ്മളതിൻ്റെ താഴെ പ്ലാറ്റ്ഫോമിലേക്ക് നോക്കിക്കഴിഞ്ഞാലും റിയറിലെ പ്ലാറ്റ്ഫോം വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് വരുന്നത്. നമ്മുടെ 3 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഇതിൻ്റെ റിയർ പോർഷനിലും വന്നിട്ടുണ്ട്. ഡിസൈനിലും ഫീച്ചേഴ്സിലും പറഞ്ഞ മാറ്റം പോലെ തന്നെ മെക്കാനിക്കലായും ചെറിയൊരു മാറ്റം ഈ വാഹനത്തിൽ വരുത്തിയിട്ടുണ്ട്. അത് നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് സംസാരിക്കാം. ഈ വാഹനത്തിൽ വന്നിട്ടുള്ളൊരു മെക്കാനിക്കൽ സംബന്ധമായ സവിശേഷത അല്ലെങ്കിൽ മെക്കാനിക്കൽ സംബന്ധമായ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാറ്ററി പാക്കിൽ വന്ന മാറ്റമാണ്. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരു 30 കിലോ വാട്ട് ബാറ്ററി പാക്കിനൊപ്പം ഒരു 40 കിലോ വാട്ടുള്ളൊരു ബാറ്ററി പാക്കും കൂടെ
ഈ ഒരു വരവിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ശരിക്കും വലിയൊരു അപ്ഡേഷനാണ്. കാരണം ഇത്രയും ചെറിയൊരു വാഹനത്തിൽ മോർ ദാൻ 400 കിലോമീറ്റർ റേഞ്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. 40 കിലോ വാട്ട് ബാറ്ററിയുടെ MIDC ക്ലെയിംഡ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 468 കിലോമീറ്ററാണ്. അതായത് 468 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു റേഞ്ച് തന്നെയാണ് ശരിക്കും. അത് അവരുടെ ക്ലെയിംഡ് റേഞ്ച് ആണെങ്കിൽ റിയൽ വേൾഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഏതാണ്ട് മോർ ദാൻ 450 കിലോമീറ്റർ ഷുവർ ഷോട്ടാണ്. 30 കിലോ വാട്ട് ബാറ്ററി പാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 375 കിലോമീറ്റർ വരെയാണ് ക്ലെയിംഡ് റേഞ്ച് വരുന്നത്. അതിൻ്റെ ഒരു റിയൽ വേൾഡ് ഓൾമോസ്റ്റ് 300 കിലോമീറ്റേഴ്സ് നമുക്ക് ഒരു റിയൽ വേൾഡ് റേഞ്ചിനുള്ള സാധ്യതയും ഉണ്ട്. ഇലക്ട്രിക് മോട്ടോർ അതിൻ്റെ ഒരു പവർ കാര്യത്തിലൊന്നും വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. ശരിക്കും ഇപ്പോൾ നമ്മൾ ഓടിക്കുന്ന ഈ ഒരു 40 കിലോ വാട്ട് ബാറ്ററി പാക്കുള്ള ആ ഒരു മോഡലിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 129 PS ആണ് ഇതിൻ്റെ ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ ഒരു ടോർക്ക് എന്ന് പറഞ്ഞാൽ 154 നമുക്കറിയാം ഫ്ലാറ്റ് ടോർക്കാണ്. 30 കിലോ വാട്ട് ബാറ്ററി നോക്കുകയാണ് അതിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 88 PS ആണ്. ടോർക്ക് സെയിം തന്നെയാണ്. അതിൻ്റെ ഒരു പെർഫോമൻസിൽ വന്നൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 40 കിലോ വാട്ട് ലോങ് റേഞ്ച് മോഡലിൻ്റെ ഒരു 0 to 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 സെക്കൻഡിൽ നമുക്ക് 0 to 100 സ്പീഡ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം അത് ശരിക്കും അപ്പം ഈ ഒരു ചെറിയ വാഹനത്തിൽ നമുക്കറിയാം നോർമൽ നമ്മൾ ഐസ് എഞ്ചിൻ പഞ്ചുമായിട്ട് നോക്കുമ്പോൾ അത് ശരിക്കും ഒരു പരിധി വരെ അണ്ടർ പവേർഡ് ആയിട്ടുള്ളൊരു വാഹനം എന്ന് വിശേഷിക്കപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം അങ്ങനെ ഒരു വിശേഷണത്തിന് അടിസ്ഥാനമില്ല എന്നുള്ളതാണ്. കാരണം 9 സെക്കൻഡിൽ 100 കിലോമീറ്റർ സ്പീഡ് അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല പെർഫോമൻസ് ആയിട്ടാണ് നമുക്ക് വിലയിരുത്താൻ പറ്റുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണെന്നുള്ളതാണ്. പക്ഷേ അതൊന്ന് ചീപ്പർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവന്ന ഒരു സംവിധാനം അതായത് ബാറ്ററി ആസ് എ സർവീസ്. നമുക്ക് വാഹനം എടുത്ത് ബാറ്ററി നമ്മൾ റെൻ്റൽ ബേസിൽ നമുക്ക് ബാറ്ററി എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഒരു കിലോമീറ്ററിന് ഏതാണ്ട് 2 രൂപ 60 പൈസ വെച്ചിട്ട് നമുക്ക് ആ ഒരു ബാറ്ററി റെൻറ്റ് കൊടുത്ത് വാഹനം എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വില നന്നായിട്ട് കുറയുന്നുണ്ട്. അത് 6.49 ലക്ഷം രൂപയിൽ വില സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അത് ഈ ഒരു വരവിലെ ഒരു അപ്ഡേഷൻ തന്നെയാണ്. ബാറ്ററി ഉൾപ്പെടെ ഈ വാഹനം എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ എടുക്കുകയാണെങ്കിൽ 9.69 ലക്ഷം രൂപ മുതൽ 12.59 ലക്ഷം രൂപ വരെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു എക്സ്ഷോറൂം വില വരുന്നത്. പിന്നെ നമ്മൾ പറയേണ്ട ഇതിൻ്റെ ഒരു ചാർജിങ് ടൈമാണ്. കാരണം DC ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 26 മിനിറ്റ് കൊണ്ട് 10% നിന്ന് 80% വരെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു അട്രാക്ഷനാണ്. AC ചാർജർ ഉപയോഗിച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ 2 ബാറ്ററി പാക്ക് ഉണ്ട്. അതിൻ്റെ ഒരു ബാറ്ററി പാക്കിൻ്റെ ഇതനുസരിച്ച് 4.5 മണിക്കൂർ തൊട്ട് 5.5 മണിക്കൂർ വരെയുള്ള സമയം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. 40 കിലോ വാട്ട് ബാറ്ററിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ലൈഫ് ടൈം വാറണ്ടിയാണ് കൊടുക്കുന്നത്. അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി ഈ ഒരു 40 കിലോ വാട്ട് ബാറ്ററി പാക്കിന് അവർ കൊടുക്കുന്നുണ്ട്. നേരെ നമ്മൾ 30 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററിൻ്റെ വാറണ്ടിയും അവർ കൊടുക്കുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുന്ന ഓൾറെഡി നമ്മൾ പറഞ്ഞു 40 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള ആ ഒരു മോഡലാണ്. സ്വാഭാവികമായിട്ട് കുറച്ചും കൂടെ പവർഫുൾ ആയിട്ടുള്ളൊരു മോഡൽ തന്നെയാണ്. ഇതിനകത്ത് 3 മോഡുകൾ, അതായത് ഒരു സിറ്റി മോഡുണ്ട്, ഒരു എക്കോ മോഡുണ്ട്, ഒരു സ്പോർട്ട് മോഡും ഉണ്ട്. ആ ഒരു സ്പോർട്ട് മോഡ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഷാർപ്പ് ത്രോട്ടിൽ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ക്വിക്കായിട്ടുള്ള ത്രോട്ടിൽ, അതായത് നല്ല ഷാർപ്പായിട്ടുള്ള ഇത് കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ എക്കോ മോഡിലേക്ക് പോകുമ്പം അത് കുറച്ചും കൂടെ റേഞ്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പം കുറച്ച് പതുങ്ങിയ ഒരു പെർഫോമൻസ് ആണ്. എന്നാൽ പോലും പെട്രോൾ മോഡലുമായിട്ട് കമ്പയർ ചെയ്യുമ്പം മികച്ച പെർഫോമൻസും അത് ഡെലിവർ ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ബേസിക് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ. ശരിക്കും മുൻ മോഡലിനെ അപേക്ഷിച്ച് വലിയ വ്യത്യാസം ഡ്രൈവിൽ ഹാൻഡിലിങ്ങിലും കാര്യങ്ങളിലൊന്നും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് സംവിധാനം, അത് 4 ലെവൽ ഓഫ് റീജനറേഷൻ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ശരിക്കും ആ ഒരു 4th ലെവലിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു സിംഗിൾ പെഡൽ ഡ്രൈവ് ശരിക്കും സാധ്യമാണ്. കാരണം വൺസ് നമ്മൾ ത്രോട്ടിൽ കൊടുക്കുകയാണെങ്കിൽ വാഹനം ആ ഒരു നമ്മുടെ ത്രോട്ടിലിനനുസരിച്ച് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അതായത് ത്രോട്ടിൽ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് ആ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടും. സപ്പോസ് നമ്മൾ ത്രോട്ടിൽ റിലീസ് ചെയ്യുകയാണെങ്കിൽ വാഹനം നോർമലി ബ്രേക്കിങ്ങിലേക്ക് പോകുന്നൊരു സംവിധാനം ഈ വാഹനത്തിലേക്ക് കൊണ്ടുവന്നത്. ഹാൻഡ്ലിങ് ഭയങ്കര ഈസിയാണ്. സ്റ്റിയറിംഗ് അത്യാവശ്യം നല്ല ഫ്രീ ആണ്. നല്ല ഫീഡ്ബാക്കുള്ള സ്റ്റിയറിംഗ് ആണ്. പിന്നെ സസ്പെൻഷൻ നമ്മൾ ഐസ് എഞ്ചിൻ മോഡലുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാന കാരണം ഇതിൽ വന്നിട്ടുള്ള ഒരു ബാറ്ററി പാക്ക്, അതിൻ്റെ ഒരു വെയിറ്റ് എല്ലാം വാഹനത്തിൽ നന്നായിട്ട് സസ്പെൻഷൻ സംവിധാനത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്നുള്ളത്. കാരണം ഇപ്പോൾ ഒരു പത്തോളോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും അതിൻ്റെ ഒരു അടിയോ കാര്യങ്ങളൊന്നും നമ്മൾ ബോഡിയിലേക്ക് വരുന്നില്ല. ശരിക്കും ആ സസ്പെൻഷൻ അത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ബാറ്ററിയുടെ ഒരു വെയിറ്റും കൊണ്ടുകൊണ്ട് ആ ഒരു സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നമുക്ക് ശരിക്കും വാഹനം ആ ഒരു ഇരുന്ന ഫീൽ നമുക്കുള്ളതുകൊണ്ട് ഒരു രീതിയിലുള്ള അടിയും വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് വരുന്നില്ല. അതായത് സസ്പെൻഷൻ നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതിൽ ശരിക്കും അത് സസ്പെൻഷൻ ട്യൂണിങ്ങിനേക്കാളും കൂടുതൽ ആ ഒരു ബാറ്ററിയുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇലക്ട്രിക് വാഹനം ആളുകൾ പ്രിഫർ ചെയ്യാൻ പ്രധാന കാരണങ്ങളിലൊന്ന് വാഹനത്തിൻ്റെ ഒരു നോയിസ് ഇല്ല എന്നുള്ളതാണ്. നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഡ്രൈവിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടാകുക എന്നുള്ളതാണ്.
ഈ ഒരു വാഹനത്തിൻ്റെ കേസിലേക്ക് വരുമ്പം ആ കാര്യത്തിലും ടാറ്റ എന്താ പറയുന്നത് വിജയിച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. കാരണം നമുക്ക് ആ ടയർ നോയ്സ് ആയിട്ട് മറ്റ് എന്താ പറയുന്നത് വിൻ നോയ്സോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ക്യാബിനിലേക്ക് കയറുന്നില്ല. അതായത് നമ്മളെ കാര്യമായി ബാധിക്കുന്നില്ല. നമ്മളൊരു 80 ഒരു സ്പീഡ്, അതായത് 80ൻ്റെ മുകളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ആ ഒരു ടയറിൻ്റെ ഒരു നോയ്സ് വളരെ ലൈറ്റായിട്ട് ക്യാബിനിലേക്ക് കയറുന്ന ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി നല്ല എന്താ പറയുന്നത് ഭയങ്കര ക്വയറ്റായിട്ടുള്ളൊരു ക്യാബിൻ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പഞ്ചെന്ന് പറയുന്ന വാഹനം ശരിക്കും ആളുകൾ സെലക്ട് ചെയ്ത് തുടങ്ങിയത് തന്നെ ഇത്രയും ചെറിയ വാഹനങ്ങളിൽ ഇത്രയും കമാൻഡിങ് ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് പൊസിഷൻ അല്ലെങ്കിൽ ഡ്രൈവിംഗ് പോസ്റ്റർ നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. കാരണം നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്, നമുക്ക് വിസിബിലിറ്റി ഒക്കെ പക്കയായിട്ട് കിട്ടുന്നുണ്ടെന്നുള്ളത് എന്താ പറയുക പഞ്ചെന്ന് പറയുന്ന വാഹനത്തിൻ്റെ ആദ്യഘട്ടം മുതൽ അതിൻ്റെ വലിയൊരു ക്വാളിറ്റി തന്നെയായിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് പുതിയ പഞ്ച്, അതായത് 2026 പഞ്ച് EVയുടെ സവിശേഷത. എന്തൊക്കെ പറഞ്ഞാലും ഈ വാഹനം ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നത് ഇതിൻ്റെ ഒരു റേഞ്ച് കൊണ്ടും പെർഫോമൻസ് കൊണ്ടും തന്നെയാണ്. 40 kW ബാറ്ററി പാക്കുള്ള വാഹനം വേരിയൻറ്റിന് 12 ലക്ഷം രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ആ ഒരു കാര്യം കൊണ്ട് തന്നെ ഷുവർ ഷോട്ടാണ് ഈ വാഹനം ഒരു സക്സസ് ആണ് എന്നുള്ളത്. ഇതുവരെ ഉണ്ടായിരുന്ന പഞ്ച് എന്താ പറയുന്നത് വളരെ സക്സസ് ആയിട്ടുള്ള മോഡലായിരുന്നു. പക്ഷേ ഈ ഒരു മോഡലിലേക്ക് വരുമ്പോഴും ആ ഒരു വിജയം ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.